എനിക്ക് വിശന്നിട്ട് വയ്യ, വല്ലതും താ. അച്ചായൻ പ്രാർത്ഥിച്ചിട്ട് വരട്ടെ, അതല്ലേ പതിവ്. പണ്ടെങ്ങാണ്ട് ചത്തു ഒലഞ്ഞ അറബിയുടെ മുന്നിൽ ഈ കസരത്ത് കാണിക്കുന്നതിന്റെ പാതി നേരം കർത്താവിന്റെ മുമ്പിൽ തൊഴുതിരുന്നെങ്കിൽ പുണ്യെങ്കിലും കിട്ടിയേനെ. ഇയാളുടെ പ്രാർത്ഥന കഴിഞ്ഞില്ലേ? കഷ്ടം. പ്രാർത്ഥന കഴിയട്ടെ, ഞാൻ വച്ചിട്ടുണ്ട്. ആ ഡ്രൈവർ കോയ വന്നില്ലേ? ഞാനിവിടെ ഉണ്ട് സാർ. കാലത്തെ വല്ലവനും വന്ന് വല്ലതുമൊക്കെ പറഞ്ഞ് മുതലാളിയുടെ മൂഡ് കളയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാളി. അല്ല, അങ്ങനെ ഒരു ചീത്തപ്പേര് മുതലാളിക്കുണ്ട്. മുതലാളിയുടെ പിശുക്കും പൂത്ത കാശും ഒക്കെ കണ്ട് അസൂയക്കാർ വെറുതെ പറയുന്നതായിരിക്കും. എന്തായാലും നമുക്കതൊന്ന് മാറ്റിയെടുക്കണം. അതെങ്ങനെ? ഒരു ഗതികെട്ടവനെ അങ്ങ് സഹായിക്കണം മുതലാളി. അതിനിപ്പോ ഗതികെട്ട ഒരുത്തരെ കണ്ടുപിടിക്കണ്ടോ? ദാണ്ട മുമ്പ് നിൽക്കല്ലേ. എനിക്കൊരു അമ്മായിയപ്പനുണ്ട്, മത്തായി. മുതലാളിയെക്കാളും ചീത്തപ്പേരുള്ള ഒരുത്തന. അയാളുടെ 1,000 ദിറംസ് ഞാൻ കടം വാങ്ങി. സ്വന്തം മോളെ കെട്ടിയവനെന്ന് പോലും നോക്കാതെ ആ കണ്ണിച്ചോരയില്ലാത്ത പരമ തെണ്ടി പോലീസിൽ പരാതി കൊടുത്ത് എന്നെ അകത്താക്കാൻ നോക്കുക. മുതലാളി 1,000 ദിറം എനിക്ക് താ, ഞാൻ പണി ചെയ്ത് തീർക്കാം. എന്നിട്ട് മുതലാളി തന്നതെന്നും പറഞ്ഞ് എനിക്ക് അതുകൊണ്ട് അയാളുടെ മുഖത്തെറിഞ്ഞിട്ട് മുതലാളിയുടെ ചീത്തപ്പേര് എനിക്ക് മാറ്റണം. മുതലാളിക്ക് ഷൈൻ ചെയ്യാൻ ബെസ്റ്റ് ചാൻസാ. എന്ത് പറയുന്നു? ഓക്കെ എന്ന് പറ. എന്റെ അളിയാ, അല്ല മുതലാളി. എടാ, നിനക്ക് 5000 ദിർഹം തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്റെ ഈ ചീത്തപ്പേര് പോയാല് നിന്നെ പോലുള്ള അലവലാദികൾ ദിവസവും രാവിലെ എൻ്റെ അടുത്ത് വന്ന് പണം ചോദിക്കും. സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. ആ ഡ്രൈവർ ചെയ്യുന്ന കോട്ടും ടൈയും ഒക്കെ എവിടെ? അവിടെ കിടക്കണം. അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് സാർ. എന്താ? മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. ഒന്ന് പതുക്കെ ആട്ടെ ജോസേ. കോരാൻ മൺവട്ടി എടുക്കട്ടെ. അല്ലേ, ഇത് ആരാ? നാളെ കുറെ ആയല്ലോ കണ്ടിട്ട്. ആരാ അടിയത്? നിങ്ങളുടെ മോളും മരുമോനും. അവന് ഈ പടി കയറ്റരുത്, പുറത്തു നിൽക്കാൻ പറ. ഞാൻ ഈ മീശ ഒന്ന് കറുപ്പിച്ചിട്ട് വരാം. എനിക്ക് നിങ്ങളുടെ ഓശാരമൊന്നും വേണ്ട. നിങ്ങളുടെ ഞാൻ കടം വാങ്ങിയ കാശിന് പകരം പണയപ്പണ്ടം കൊണ്ടുവന്നിട്ടുണ്ട്, അത് തരാനാ വന്നത്. എന്നാ ആ പണയപ്പണ്ടം അവിടെ വെച്ചിട്ട് നീ പോയിക്കോ. നിന്റെ മോന്ത കണ്ടാ എനിക്ക് കലി വരും. എന്റെ കാശ് തിരിച്ചു തരുമ്പോ ഞാൻ അത് നിനക്ക് തിരിച്ചു തരാം. അത് മതി, അത് മതി. എനിക്കൊക്കെ. എന്റെ അടുത്താ അവന്റെ കളി. എന്നിട്ട് എവിടെ ഈ പണയപ്പണ്ടം? ദേ നിൽക്കുന്നു നിങ്ങളുടെ പണയപ്പണ്ടം. നമ്മുടെ മോള് കാശ് കൊണ്ട് തന്നിട്ടേ എടുത്തോണ്ട് പൊയ്ക്കോളാമെന്ന്. അതുവരെ എന്റെ ഭാര്യ പണയമായി ഇവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് അവൻ അവന്റെ പാട്ടിന് പോയി. വാ മോളെ. എനിക്ക് നല്ല ശമ്പളമുള്ളൊരു ജോലി കിട്ടി മത്തായിച്ച. വലിയ കമ്പനിയാ. കഷ്ടപ്പാടൊക്കെ തീർന്നു. 1-ാം തീയതി ശമ്പളം കിട്ടിയാൽ ഉടനെ ഇതുവരെയുള്ള വാടക കുടിശ്ശിക തീർത്ത് തന്നേക്കാം. അല്ല, നീ ഇപ്പൊ ഈശോയെ, ഇതാര്? നമ്മുടെ ബായിയാ. അമീതേ, മത്തായിക്കുള്ള കുറി ഇങ്ങോട്ടെടുക്കും. അല്ല, ബായി വിളിക്കാതെയും പറയാതെയും പെട്ടെന്ന് ഇങ്ങനെ. അന്റെ പൊരേല് നമ്മൾ എന്നപ്പം അന്റെ ബീവി അറിഞ്ഞ് നീ പീടിയലുണ്ടാവും. പിന്നെ നമ്മളെ മോള് ബിയ്യാത്തൂന്റെ നിക്കാഹാണ് വരുന്ന 21-ാം തീയതി. ഈയും കുടുംബം തലേന്ന് തന്നെ അവിടെ ഉണ്ടാവണം. ഇത് നമ്മളെ മമ്മദിന്റെ മോനല്ലേ മരക്കട? അതെ, അബ്ദു. ഇവൻ നിങ്ങൾക്കും കാശ് തരാണ്ട? ഏയ്, പിന്നെ അനക്കും മമ്മദിനുള്ള കുറി പെരലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. വരണം. വരാം. കോഴിക്കോടുന്നും മലപ്പുറത്തുനിന്നും ഒക്കെ നമ്മളെ ആളുകൾ മുഴുവൻ വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം നമ്മളെ ബംഗ്ലാവിലുണ്ടല്ലോ. അതെ, ഈ ഡേറ്റ് ഒന്ന് മാറ്റാൻ പറ്റുമോ? അതെന്തിന്? 20-ാം തീയതി പാസ്പോർട്ട് പുതുക്കാൻ നാട്ടിലേക്ക് പോകണം. മാറ്റിവെക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാ ചോദിക്കണത്, ഈ ഡേറ്റ് ഒന്ന് ചെറുതായിട്ട് മാറ്റാൻ പറ്റുമോ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. അന്റെ കെട്ടോളിയും മോളെയും പിയാപ്പിളിനൊക്കെ അയച്ചുകൂടാ. പുയ്യാപ്പിള അവന്റെ അമ്മരത്തെ നിങ്ങളെല്ലാം പറഞ്ഞത്. അവന്റെ പേര് ഇവിടെ മിണ്ടരുത്. കണ്ണേ പൊന്നേ എന്നൊരു പെണ്ണിനെ വളർത്തിക്കൊണ്ടുവന്നതാ. അവളുടെ പുറകെ നടന്ന് കയ്യും കലാശവും കാണിച്ച് അവളെ വളച്ചെടുത്തു. പെണ്ണ് കടലിൽ ചാടി ചാവൂന്ന് പറഞ്ഞപ്പോ ആ പിശാചിന് ഞാൻ കെട്ടിച്ചു കൊടുത്തു. കൊടുത്ത സ്ത്രീധനം കാറ്റി പറത്തി. പെണ്ണ് പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് കരുതി കുറെ കാശ് പിന്നെയും കൊടുത്തു. ആ കാശ് അവൻ തിന്നു. അവസാനം കാറ് വാങ്ങാനെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി. അവസാനം കാറുമില്ല.
ആ കാശ് ഞാൻ ചോദിച്ചപ്പോ അവൻ എന്റെ മോളെ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറയാ ഇവള് പണയായിട്ട് ഇവിടെ നിന്നോട്ടെ, ഞാൻ കാശ് തന്നെ തീർത്തിട്ട് ഈ സാധനത്തിന് എടുത്തോണ്ട് പോവാന്ന്. അത് എവിടുത്തെ ന്യായ? അവസാനം എന്താക്കി? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് വെറുതെ അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണം അപ്പം അതിനെ. ഏതായാലും പീടിയെ കയറി കുത്തിരിക്കാൻ പറഞ്ഞ് കുത്തിയിരുന്നു. ഇത്തിരി തിടുക്കണ്ട്, ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതല്ലേ. ഞാൻ ഇറങ്ങട്ടെ. ഹലോ. ആ മീനാക്ഷി, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരില്ല. അർജൻറ്റായിട്ടൊന്ന് ദുബായി പോകണം. ഒരു ബാങ്ക് മീറ്റിംഗ് ഉണ്ട്. നന്നായി, ഞാനും ഇത്തിരി ബിസിയാ. ഡ്രൈവ് കെയർഫുള്ളി. ഓക്കെ, ബൈ. ടാക്സി. യെസ് Sir, see this? It's on the net. അബ്ദു ജയിലിൽ കിടന്നോ മോഷണക്കുറ്റത്തിന്? Yes, sir. That's how he lost his job. അത് ശരി. അപ്പോൾ അവൻ പറഞ്ഞ മുഴുവൻ കള്ളമായിരുന്നല്ലേ? Yes, sir. He's outside waiting for your blessings. ആ, അവനെ ഇങ്ങോട്ട് വിളിക്കാം. ഞാൻ അനുഗ്രഹിച്ചു വിടാം. കോളിൻ. Yes, sir. ക്യാമറയുടെ സിസ്റ്റം മുഴുവൻ ചെക്ക് ചെയ്തു. പെർഫെക്റ്റാ. അപ്പോയിന്റ്മെന്റ് ഓർഡറാ. ഒന്ന് ഒപ്പിട്ട് അനുഗ്രഹിച്ചിരുന്നെങ്കിൽ ജോലിക്ക് കയറാമായിരുന്നു. ഇവിടെ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും വളഞ്ഞേരിക്കത്തുള്ളൂ. അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ എന്താ പറഞ്ഞേ? റിസഷൻ വന്നപ്പോ ദുബായ് കമ്പനി പണിക്ക് ആളെ കുറച്ചപ്പോ നിന്റെ പണി പോയെന്നല്ലേ? ഇവിടെ നിന്നെ പിടിച്ച് മോഷണ കുറ്റത്തിന് ജയിലിട്ടപ്പോഴല്ലാണ് നിന്റെ പണി പോയത്. എന്നിട്ട് ഇവിടെ വന്ന് കുടുംബം കൊളക്കോഴി ഉമ്മയുടെ ഉപ്പുപ്പ എന്നൊക്കെ പറഞ്ഞ് എന്റെ ഇത് ജോലി അടിച്ചെടുക്കാമെന്ന് കരുതിയല്ലടാ. ഓക്കെ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. തുറന്ന എന്തെങ്കിലും എടുത്താൽ കുത്തിക്കേറ്റി തന്നെ വായിക്കാത്ത നീ ഇവിടെ കിടന്ന് നരകിച്ചപ്പോ നന്നായി കാണുമെന്ന് കരുതിയതാ എന്റെ തെറ്റ്. ചേരിപ്പെടുത്ത് എന്റെ ചെവി കുറ്റിക്ക് അടിക്കണം. ഏയ്, ഞാനതൊന്നും ചെയ്യില്ല. ഈ കോട്ടും സൂട്ടും ടൈയും ഒക്കെ ഇട്ടിട്ട് ആരും ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിരിക്കുന്നോണ്ടാണ് ഇത്ര നേരം മാന്യമായിട്ട് പെരുമാറിയത്. ഇറങ്ങടാ മാധവ. ഈ പണി കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം. വേറൊരു പണി എനിക്കറിയില്ല. വേറൊരു പണിയുടെ സർട്ടിഫിക്കറ്റും ഇല്ല. വേറൊരു പണി അറിയാലോ, മോഷണം പിടിച്ചോറി. അത് പോയി ചെയ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണേ ഞാൻ തരാം. എനിക്ക് അനുഭവം ഉണ്ടല്ലോ. വാച്ച്. പഴയ കാലമൊക്കെ സാർ ഇത്ര വേഗം വേണ്ടാത്തൊന്നും നീ എന്നെ ഓർപ്പിക്കണ്ട. ഇവിടെ എന്നല്ല, എനിക്ക് പരിചയമുള്ള ഒരിടത്തും നിന്നെ പണിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങുന്നോ അതോ ഞാൻ ചവിട്ടി ഇറക്കണോ? ഇറങ്ങടാ. എന്താ നോക്കി പേടിപ്പിക്കുന്ന? നോക്കി പേടിപ്പിക്കുന്നു. Sir? What? Just want to inform you that Dubai meeting is cancelled. You don't have to go. Okay. മീറ്റിംഗ് ക്യാൻസലായ കാര്യം പറയണ്ട. മീനാക്ഷിക്കൊരു സർപ്രൈസ് കൊടുക്കാം.
ബോസ്.